ഞാൻ ഡോക്ടർ ശ്രീകുമാർ, ചാർജ് മെഡിക്കൽ ഓഫീസറാണ്, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി സന്നിധാനത്തിലെ. നമുക്കിവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി ആയുഷിന്റെ മെഡിക്കൽ ഓഫീസറാണ്. നമുക്ക് ഡയറക്ടർ ഓഫ് ഹോമിയോപ്പതി ആണ് നമുക്ക് ഇവിടെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 മെഡിക്കൽ ഓഫീസേഴ്സ് ആണ് ഉള്ളത്. ചാർജ് മെഡിക്കൽ ഓഫീസറും പിന്നെ നാമി എന്നുള്ള മെഡിക്കൽ ഓഫീസറും പിന്നെ 2 ഫാർമസിസ്റ്റ്, 2 അറ്റൻഡർ, പിന്നെ ക്ലീനിങ് സ്റ്റാഫ് ആണ് നമുക്ക് ഇവിടെ സ്റ്റാഫ് പാറ്റേൺ ഉള്ളത്. ഇവിടെ നമുക്ക് രോഗികൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കൂടുതൽ നമ്മളിവിടുത്തെ ജീവനക്കാരാണ്. മീൻസ് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ, പോലീസ് സ്റ്റാഫുകളും പിന്നെ അയ്യപ്പ ഭക്തന്മാരും ഇവിടെ വരുന്നുണ്ട്. കൂടുതലും റെസ്പിറേറ്ററി ഇൽനെസ് ഉള്ള ശ്വാസകോശമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലും. കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക്, തണുപ്പ് വരുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനുള്ള മെഡിസിൻസ് നമ്മൾ കൂടുതലും ഇവിടെ രോഗികൾ ആവശ്യപ്പെട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ സ്കിൻ കംപ്ലയിൻസ്, ചെറിയ ചെറിയ മുറിവുകൾ, അതുകൂടാതെ തന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, മിക്കവാറും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള മരുന്ന് കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇപ്പം അയ്യപ്പ ഭക്തന്മാരോടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോമിയോ മരുന്ന് തീർന്നു പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആ മരുന്ന് വാങ്ങാവുന്നതാണ്.